ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പേജ് മേക്കറാണ് പഠിക്കാൻ പോകുന്നത്. പേജ് മേക്കറിൻ്റെ കഴിഞ്ഞ 2 അധ്യായങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിന് ബാക്കിയായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബോക്സ് വരയ്ക്കാനും ടെക്സ്റ്റ് ടൂൾ എന്നാണെന്നും പോയിൻ്റർ ടൂൾ എന്താണെന്നും ഒക്കെ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ ആ പഠിച്ചത് വെച്ച് ഒരു ചെറിയ വർക്ക് എങ്ങനെ പഠിക്കുക എന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ പേജ് മേക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ പത്രങ്ങളിലും പത്രമാസികകളും ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടിയ ഭാഗവും പഴയ കുറച്ച് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പേജ് മേക്കർ ഉപയോഗിച്ചിട്ടാണ് മാറ്ററുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി പേജ് മേക്കറിൽ ഒരുപാട് മലയാളം മാറ്ററുകൾ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത മാറ്ററുകൾ വരുന്നത് കൂടുതലും നമ്മൾ പേജ് മേക്കർ ചെയ്യുന്നതുകൊണ്ട്. പേജ് മേക്കർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇൻഡിസൈൻ ഉപയോഗിക്കുന്നവരുണ്ട്. എങ്കിലും പേജ് മേക്കർ നമ്മൾ അടിസ്ഥാനമായിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ചെറിയ വർക്ക്, നമ്മളിപ്പം പഠിച്ചിരിക്കുന്നത് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിന് കളർ കൊടുക്കാനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ടൂൾ എന്നാണെന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റർ എങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഓരോ മാറ്ററുകളും ഓരോ കോളം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മാറ്റർ കൊടുത്തിട്ട് അതങ്ങ് നീളത്തിൽ അങ്ങ് ഫുള്ളായിട്ട് കവർ ചെയ്ത് പത്രത്തിൽ കൊടുത്തിരിക്കുകയല്ല. ഒരു കുറച്ച് പോർഷൻ, ഒരു ഇത്ര ഏരിയ ഒരു മാറ്ററിന്, ഇത്ര ഏരിയ ഒരു മാറ്ററിന്. അതായത് ഒരു ചർമ്മക്കോളം തന്നെ നോക്കി അറിയാം, ഒരു ചർമ്മക്കോളത്തിന് ഇത്ര വീതി ഇത്ര നീളം എന്ന് കൊടുത്ത് അതിനകത്താണ് നമ്മുടെ മാറ്റർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു കോളം ഉണ്ട്, ഒരു കോളം സൈസ്. ആ സൈസിനകത്ത് മാത്രമേ നമുക്ക് മാറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് പിന്നീട് വരുന്ന വേറെ മാറ്ററുകൾക്കായിട്ട് അവർ മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ പറയുന്ന ആ ഒരു അളവിലേക്ക് നമ്മൾ പേജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ അവർ പറയുന്ന ആ മെഷർമെൻറ്റിൽ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് 2 ട്യൂട്ടോറിയൽ കഴിഞ്ഞു, ഇത് 3ാമത്തെയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ പേജ് മേക്കർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പേജ് മേക്കറിൽ നിന്നും ഫയൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുവാണ്. ഫയൽ ന്യൂ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇവിടെ പേജ് സൈസ് നമ്മൾ A4 എന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ടോള് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് A4 സൈസ്, അതായത് നമ്മൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന A4 ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു സൈസാണ് ഇവിടെ പേജ് മേക്കറിൽ കാണിച്ചിരിക്കുന്നത്. A4 ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്ന ആ ഒരു പേജാണ് A4 എന്ന് പറയുന്ന ഷീറ്റ്. ആ ഒരു ഷീറ്റിൻ്റെ സൈസിലാണ് ഇവിടെ നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ആക്കി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും ഫുള്ളായിട്ട് കാണുന്ന രീതിയാണ്. നമ്മൾ കീബോർഡിൽ Ctrl+1 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്ച്വൽ സൈസ് കുറച്ചുകൂടെ വലുപ്പത്തിൽ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ Ctrl+2 ആണെങ്കിൽ കുറച്ചുകൂടെ മാക്സിമൈസ് സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. Ctrl+0 അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ഇൻ വിൻഡോ, നമ്മുടെ പേജ് മുഴുവനും നമ്മുടെ വിൻഡോയിൽ കാണുന്ന രീതിയിലേക്ക് ഇവിടെ കാണുന്നതാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു പേജിലേക്കാണ് നമ്മൾ നമ്മുടെ മാറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ മാറ്ററാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയുള്ള എൻ്റെ ബോക്സ് ഞാൻ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സ് വരയ്ക്കുക എന്നാണ്. ഞാനിവിടെ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ പോയി ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് അല്ലെങ്കിൽ ഏത് സൈഡിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ബോക്സ് വരയ്ക്കാവുന്നതാണ്. ബോക്സ് വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പോയിൻ്റർ ടൂൾ എടുക്കുക എന്നുള്ളതാണ്. പോയിൻ്റർ ടൂൾ എടുത്ത് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന കൺട്രോൾ പാലറ്റിൽ നോക്കുക നമ്മൾ വരച്ചിരിക്കുന്ന ബോക്സിൻ്റെ വിഡ്ത്തും ഹൈറ്റും എത്രയാണെന്ന്. അപ്പോൾ ഇത് കിടക്കുന്ന ഇവിടെ ഇഞ്ചസിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വർക്ക് ചെയ്യുന്നത് മില്ലിമീറ്ററിലാണ് പേജ് മേക്കറിൽ. ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. പക്ഷേ പേജ് മേക്കറിലാണെങ്കിൽ നമ്മൾ മില്ലിമീറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ റൂളറിൽ നമ്മൾ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ 3-4 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇഞ്ചസ്, ഡെസിമൽ, മില്ലിമീറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ മില്ലിമീറ്റർ സെലക്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ടൂൾ ബാറിലും ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം മില്ലിമീറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ കൺട്രോൾ പാലറ്റിലൊന്ന് വന്ന് നോക്കുക. ഇവിടെ കാണാൻ പറ്റുന്നതാണ് 68.26 mm. അതായത് എം എമ്മിലേക്ക് മാറാനായിട്ട് നിങ്ങൾ
100 കൊണ്ട് ഗുണിച്ചിട്ടാൽ മതി. 6.8 എന്നുള്ളതാണ് 68 എന്ന് വരുന്നത്. അതായത് നിങ്ങളുടെ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒരു 0 കൊണ്ട് ചേർത്ത് 100 സെൻറ്റിമീറ്റർ ആക്കുക. 11 സെൻറ്റിമീറ്റർ ആണ് ഒരു 0 കൊണ്ട് ചേർത്ത് 110 ആക്കുക. 20 ആണെങ്കിൽ നിങ്ങൾ ഒരു 0 ആഡ് ചെയ്ത് 210 ആക്കുക. 15 ആണെങ്കിൽ ഒരു 0 ആഡ് ചെയ്ത് 150 ആക്കുക. അങ്ങനെ അപ്പോൾ എനിക്ക് വേണ്ട ആ ഒരു ബോക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 3.5 വിഡ്ത്തുമാണ്. അപ്പോൾ നമുക്കത് മില്ലിമീറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഞാൻ മുമ്പ് 100 എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മൾ 10 കൊണ്ടാണ് കേട്ടോ ഗുണിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കുകയാണ്. ഞാനിവിടെ 3.5 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലാക്കാൻ വേണ്ടി ഇൻറ്റു 10 കൊടുക്കുകയാണ്. ഈക്വൽ ടു വരുന്നത് 35 ആണ്. അപ്പം ഞാനിവിടെ ഈ ബോക്സ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് മാത്രമേ ഇവിടെ ഈ ഒരു കൺട്രോൾ പാലറ്റിൽ ഇത് ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ 35 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങളെ കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ 35 എന്ന് പറയുന്ന ആ ഒരു വിഡ്ത്ത് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്ററെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബോക്സിൻ്റെ അളവ്. ഇത്രയും ഏരിയ നമുക്ക് ഈ ഒരു വലിയ ഷീറ്റിനകത്ത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന മാറ്റർ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് മാറ്റർ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മാറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് സൂം ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ Ctrl 2 കൊടുക്കുന്നു. Ctrl 2 കൊടുത്ത് പേജ് ഒന്ന് സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. Ctrl 2 Ctrl 4 ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സൂം ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുവാണ്. എപ്പോഴും നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോക്സ് ഫുള്ള് ആയിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ മാറ്റർ എപ്പോഴും ഒരു ബ്ലോക്കായിട്ടേ നിൽക്കാവുള്ളൂ. ഒരു മാറ്റർ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒറ്റ ബ്ലോക്കിൽ അല്ലെങ്കിൽ കൂടി പോയാൽ 2 അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലോക്കിൻ്റെ എണ്ണം കൂടാം. അല്ല, ഒരു ചെറിയ മാറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങിന് ഒരു ബ്ലോക്ക്, ബാക്കി മാറ്ററിനൊരു ബ്ലോക്ക്, അങ്ങനെ കൊടുക്കാവുള്ളൂ. അപ്പം ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ആദ്യം ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഏരിയ മൊത്തം ഒന്ന് ഡ്രാഗ് ചെയ്തൊന്ന് സെലക്ട് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ മാറ്റർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഞാനിവിടെ മാറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാറ്റർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പേജ് മേക്കറിൽ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു ബോക്സിനകത്ത് എൻ്റെ മാറ്റർ നിൽക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇത്രയും മാറ്റർ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന 3.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 5 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഈ ഒരു ബോക്സിലേക്ക് വേണം നമുക്ക് നമ്മുടെ മാറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് Ctrl A കൊടുത്ത് സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ഓളിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl A എന്ന് കൊടുക്കുന്നത്. Ctrl A കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ കൺട്രോൾ പാലറ്റിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ടീന്ന് താഴെ കിടക്കുന്നതിന് താഴെ ഇവിടെ പാരഗ്രാഫിൻ്റെ ഒരു സിമ്പലുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് അലൈൻമെൻ്റ് ഉണ്ട്, റൈറ്റ് അലൈൻമെൻ്റ് ഉണ്ട്, സെൻറ്റർ അലൈൻമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ജസ്റ്റിഫൈ കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മാറ്റർ ലെഫ്റ്റ് അലൈൻമെൻറ്റിലായിരുന്നു കിടന്നിരുന്നത്. അതെല്ലാം മാറി കുറച്ചുകൂടി മാറ്റർ കുറഞ്ഞ് ഒരു ജസ്റ്റിഫൈ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുകയാണ്. വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ടി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫോണ്ട് ഞാൻ ഏരിയൽ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. AR എന്ന് അടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ
ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് വരും. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഏരിയൽ ഫോണ്ട് സെലക്ഷൻ വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മാറ്റർ നമ്മുടെ ബോക്സിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 10 ഫോണ്ട് സൈസ് കൊടുക്കുന്നു. ഫോണ്ട് സൈസ് കുറയ്ക്കുന്നതനുസരിച്ച് തന്നെ ലെഡിങ് എന്ന് പറയുന്നത് 2 ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് കൂടി നമുക്ക് 10 ആണെങ്കിൽ ഒരു 12 ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ 12 വരും. അല്ലെങ്കിൽ ഒരു 11.5 കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാറ്റർ കുറച്ചുകൂടെ കുറഞ്ഞു, ആ ബോക്സിനുള്ളിലേക്ക് കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോന്ന് സെറ്റ് ചെയ്തതിന് വന്നതിന് ശേഷം നമുക്ക് മാറ്റർ ഫോണ്ട് കുറയ്ക്കണോ കൂട്ടണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് സൂം ചെയ്യുവാണ്. സൂം ചെയ്തതിന് ശേഷം ഇവരുടെ ഹെഡിങ് ആയിട്ട് തന്നിരിക്കുന്നത് ഇതാണ്, ഇൻവിറ്റേഷൻ ഫോർ പ്രീ ക്വാളിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ 2 ലൈനായിട്ട് കൊടുക്കുവാണ്. 2 ലൈനായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ 4 കഴിഞ്ഞിട്ട് പ്രീ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഷിഫ്റ്റ് എൻ്റർ കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലൈനിലേക്ക് പ്രീ ക്വാളിഫിക്കേഷൻ പോയി. വീണ്ടും ഞാൻ ഈ ക്വാളിഫിക്കേഷൻ മുതൽ ഇൻവിറ്റേഷൻ വരെ സെലക്ട് ചെയ്തതിന് ശേഷം ഹെഡിങ് എന്ത് ചെയ്യണം, നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പോൾ ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഇത് കൺട്രോൾ പാലറ്റിൽ തന്നെ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. അപ്പോൾ അതൊരു വലിയ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ബോൾഡാക്കി കൊടുത്തു. ശേഷം ഞാൻ ഫോണ്ട് സൈസ് വീണ്ടും കുറച്ചിട്ട് 8 പോയിൻ്റ് കൊടുക്കുവാണ്. 8 പോയിൻ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ പാരഗ്രാഫിൻ്റെ ആ ഒരു സെറ്റിങ്സിനകത്ത് നമ്മൾ ഇവിടെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുവാണ്. സെൻറ്റർ ഇപ്പോൾ നോക്കൂ, നമുക്ക് ആ ഒരു മാറ്റർ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ആരോ ടൂൾ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പൊടിക്ക് ഞാൻ താഴ്ത്ത് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ആ ബോർഡറിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് താഴേക്കൊന്ന് ആരോ ഉപയോഗിച്ച് താഴേക്കൊന്ന് കുറച്ചൊന്ന് ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഈ ഒരു ആരോ ടൂൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ടെക്സ്റ്റിൻ്റെ ഒരു ബ്ലോക്ക്. ഈ ബ്ലോക്ക് ഇവിടെ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മാറ്റർ രണ്ടും ഇവിടെ നമ്മുടെ ബോർഡറിനോട് ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അത്രയും ടച്ച് ചെയ്ത് നിൽക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ബോക്സിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുവാണ്. ഇതിനൊക്കെ വേറെ പാരഗ്രാഫ് എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻസൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ തുടക്കമായതുകൊണ്ട് ഇങ്ങനെ ഞാൻ അകത്തേക്ക് കയറ്റി വയ്ക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു. ഇപ്പം നമ്മുടെ മാറ്റർ നോക്കുക, നമ്മുടെ സൈഡിൽ ബോർഡറിൽ തൊട്ടിരിപ്പില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാറ്റർ ഇതിന് ഉള്ളിലേക്ക് കയറ്റണം. ഇത്രയും മാറ്റർ കൂടി നമുക്ക് ഈ പേജിന് ഈ ബോക്സിനുള്ളിലാക്കണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുവാണ്. ഒരു 9 ഫോണ്ട് സൈസ് കുറച്ച് നോക്കുവാണ്. 9 കൊടുത്തിട്ടും പോരാ, ഞാനൊരു 8.5 ഒരുപാട് കുറച്ച് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് മാറ്റർ വായിക്കാൻ പറ്റാതെ വരും. 8.5 കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ലെഡിങ് ഒരു 9 കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പം കാണാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമ്മുടെ ബോക്സിനുള്ളിൽ ഈ മാറ്റർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ സെലക്ട് ചെയ്യുക. ഒന്നുകൂടെ സെലക്ട് ചെയ്ത് താഴത്തെ മാറ്റർ സെലക്ഷൻ വന്നില്ലായിരുന്നു, അപ്പോൾ ഞാൻ 8.5 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ലെഡിങ് എന്നുള്ളത് 10 ആക്കി കൊടുക്കുന്നു. 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്. ഇവിടെ 9.5 കൊടുത്താൽ മതി, വാക്കുകൾ തമ്മിലുള്ള അകലം. അതുപോലെ തന്നെ ഈ മൊബൈലിനുള്ളത് ഞാൻ അടുത്ത ലൈനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് മൊബൈലിനുള്ള സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്നുള്ള അലൈൻമെൻറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ മൊബൈലിനുള്ളത് ക്യാപിറ്റൽ ലെറ്ററിലേക്കും കൊടുക്കുന്നു. അപ്പം നോക്കൂ, നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ ബോക്സിനകത്ത് ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വേറൊരു ബോക്സോട് വരയ്ക്കുകയാണ്. ഒരു ബോക്സ് വരച്ച് നമ്മൾ കഴിഞ്ഞ തവണ റിവേഴ്സ് കൊടുക്കാൻ പഠിച്ചതാണ്. നിങ്ങൾ റിവേഴ്സൊക്കെ പഠിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാനിതൊന്ന് റിവേഴ്സ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ഇൻവിറ്റേഷൻ ഫോർ പ്രീ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിന് ഒരു ബോക്സ് വരച്ചു കൊടുക്കുവാണ്. ഇതേ സൈസിലേക്ക് ഒരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ബോക്സ് വരച്ചു. ഈ ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ആരോ ടൂൾ, പോയിൻ്റർ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളറിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ കളറിൻ്റെ ഓപ്ഷൻസ് ബ്ലാക്ക്
കൊടുക്കുകയാണ്. ബ്ലാക്ക് കൊടുത്തു. ബ്ലാക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ ഈ ബ്ലോക്ക് ടെക്സ്റ്റിൻ്റെ ബ്ലോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എലമെൻറ്റിനകത്ത് പോയിട്ട് അറേഞ്ച് ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താലും നമുക്ക് മാറ്റർ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ മാറ്റർ കിടക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അപ്പം ബ്ലാക്കിനകത്ത് ബ്ലാക്ക് കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്ലാക്കിനകത്ത് ലെറ്റർ കാണണമെങ്കിൽ അത് വൈറ്റിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ആ മാറ്റർ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൺട്രോൾ പാലറ്റിൽ ഇവിടെ ഒരു 6 ഒരു സിമ്പലുണ്ട്, അത് കൊടുക്കുക. റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മുഴുവനും സെലക്ട് ചെയ്യണേ, എന്നാലേ മുഴുവനായിട്ട് വരുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈസി ആയിട്ട് ആ മാറ്റർ നിങ്ങൾക്ക് ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തു, നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ സെറ്റ് ചെയ്തു, നമ്മളൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്തു, ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ബോക്സിനകത്ത് നമ്മൾ കളർ റിവേഴ്സ് ചെയ്ത് കൊടുത്തു, നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി വേണമെങ്കിൽ മൊബൈലിനുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ ബോൾഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിനൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ മാറ്റർ ആയതാണ്, ഒരുപാട് ഡിസൈനൊന്നും വേണ്ട. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബോക്സ് വെച്ച് നമുക്കൊരളവ് തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ മാറ്റർ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കൂടെയുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ബേസിക് ആയതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് മേക്കർ എളുപ്പമാകും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് പിക്ചർ പ്ലേസ് ചെയ്യുന്നത് അതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മാർജിൻ സെറ്റ് ചെയ്യുന്നത്, പാരഗ്രാഫ് കൊടുക്കുന്നത്, അലൈൻമെൻറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.